കൊള്ളകൾ ഒരുപാട് കാണുന്നു നമ്മൾ. ഇന്ന് കണ്ട ഏറ്റവും വലിയൊരു കൊള്ളയെന്ന് പറയുന്നത് എന്താ അറിയാമോ? വിജയപുരം, അതായത് കർണാടകയിലെ വിജയപുരത്തുള്ള കാനറ ബാങ്കിൻ്റെ ശാഖ. ആ വിജയപുരം ശാഖയിൽ നിന്ന് 59 കിലോ സ്വർണം, ഒന്നും രണ്ടും അല്ല, 59 കിലോഗ്രാം സ്വർണം. അതായത് ആളുകൾ പണയം വെക്കുന്ന സ്വർണ്ണമാണ്, അല്ലാതെ ബാങ്കിന് വേറെ സ്വർണ്ണമൊന്നുമില്ലല്ലോ. റിസർവ് ബാങ്കിനുള്ളതുപോലുള്ള ശേഖരമൊന്നും മറ്റ് ബാങ്കുകൾക്കില്ല. പണയം വെച്ചേക്കുന്ന സ്വർണ്ണമാണ് ആളുകളുടെ സ്വർണം. അതല്ലെങ്കിൽ ചിലപ്പോൾ ലോക്കറിൽ വെച്ചേക്കുന്നതായിരിക്കാം, മേ ബി. ഏതായാലും പൊതുജനങ്ങളുടെ വകയാണ് ഈ സ്വർണം. ഇത് ബാങ്കിൻ്റെ കസ്റ്റഡിയിലുള്ള, ബാങ്ക് കസ്റ്റഡിയനാണ് അതിൻ്റെ, ബാങ്കിൻ്റെ കയ്യിലിരിക്കുകയാണ്, ബാങ്കിന് ബാധ്യതയുണ്ട്. 59 കിലോഗ്രാം സ്വർണവും അതുകൂടാതെ അതിനകത്തൊരു 5 ലക്ഷം രൂപയും വെച്ചിരുന്നത് അവിടെ ബാങ്കിൻ്റെ പിന്നിലുള്ള ഒരു, ബാങ്കിൻ്റെ മെയിൻ കെട്ടിടത്തിനകത്ത് തന്നെയാണ് അവസാനത്തെ പുറകിലായിട്ട് വരുന്ന ഒരു സ്റ്റോർ റൂമിൽ, അതായത് വലിയ സ്ട്രോങ് റൂമിൽ വെച്ചിരുന്ന യഥാർത്ഥത്തിൽ അത് ആ ലോക്കർ, അതിൽ നിന്ന് മോഷണം പോയി എന്ന്. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ കൊള്ള ഞാൻ കണ്ടത്. ഇതുപോലെ വേറെ കൊള്ള ഉണ്ട്. 2 ദിവസം മുമ്പ് വേറെ നമ്മൾ കണ്ടതാണ്. ഒരു പോലീസുകാരൻ കേട്ടോ, അയാൾ ഡൽഹിയിലെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് കയറി അവിടെ സ്ട്രോങ് റൂമിൽ, പോലീസ് സ്റ്റേഷനിലെ സ്ട്രോങ് റൂമിൽ വെച്ചിരുന്ന സ്വർണം, അതായത് 2 പെട്ടി സ്വർണം, കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ്. അത് തൊണ്ടി മുതലുകളാണ് കേട്ടോ, കേസുകളിലെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കേസുകളിൽ തൊണ്ടി മുതലുകളാണ്. അതെടുത്ത്, അത് സ്വർണം, അത് കൂടാതെ അതിനകത്തിരുന്ന ലക്ഷക്കണക്കിന് രൂപയും എടുത്തുകൊണ്ടങ്ങ് പോയി. ഒരു പോലീസുകാരനാണ് പരസ്യമായിട്ട് വന്ന് കയറി എടുത്തുകൊണ്ടങ്ങ് പോയി. ഇവരാരും അറിയുന്നില്ല, കാരണം പോലീസുകാരനായതുകൊണ്ട് അയാൾക്ക് ഇതൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ടല്ലോ എന്ന് മറ്റ് പോലീസുകാരും വിചാരിച്ചു. അവരാരും കാണുന്നില്ല ഇതെന്തുവാണെന്ന്. അവസാനം ഇത് കാണാതായി കഴിഞ്ഞപ്പോൾ CCTV പരിശോധിച്ചപ്പോഴാണ് ആ ദൃശ്യങ്ങൾ, അത് ബാക്കിയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരുന്നു, ഒരെണ്ണയമേ ഓഫ് ചെയ്യാൻ മറന്നുപോയി. അതുകൊണ്ട് മാത്രം അത് എവനാണ് എന്ന് കണ്ടുപിടിച്ചു. അയാളെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു കേട്ടോ. മെനഞ്ഞാന്നാണ് സംഭവം ഉണ്ടായത്. ഇന്നലെ തന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടൊക്കെ ചെയ്തു. ഇനി അത് സ്വർണം കിട്ടിയോ വീണ്ടെടുത്തോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയാൻ പറ്റുന്നില്ല. കാരണം ഇങ്ങനെയുള്ള മരുന്ന് പെട്ടെന്ന് കൈമാറ്റം ചെയ്യാനുള്ള എല്ലാ പണിയും ഒപ്പിച്ചു വെച്ചിട്ടായിരിക്കും ഇങ്ങനെയുള്ളിടത്തോട്ട് പോകാറുള്ളത് സാധാരണ. ഇവിടെ ഈ ബാങ്കിലെ പ്രത്യേകത, ഞാൻ ഇന്ന് പറഞ്ഞ കാനറ ബാങ്കിൻ്റെ വിജയപുരം ശാഖയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായത്, ഈ ലോക്കർ ആരും തല്ലിപ്പൊളിച്ചൊന്നുമല്ല. ഈ ലോക്കർ ശരിയായ താക്കോലിട്ട് തുറന്നേക്കുന്നതാണ്. അപ്പോൾ സ്ട്രോങ് റൂം തുറക്കണം, അതിനകത്തുനിന്ന് ഈ ലോക്കർ, ഇപ്പോൾ നമ്മളൊരു ബാങ്കിലെ ലോക്കർ നമ്മുടെ പേരിലുണ്ടെങ്കിൽ പോലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ രജിസ്റ്ററിലേക്ക് ഒപ്പിട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ കൂടെ ആൾ വരും, ബാങ്കിൻ്റെ ഒരാളും കൂടെ വന്നിട്ട് തുറന്നു തരും. ഇത് അങ്ങനെയൊക്കെ ഉള്ള നൂലാമാലകളുള്ളപ്പോഴാണ് ഇതൊന്നുമില്ലാതെ 59 കിലോഗ്രാം സ്വർണവും അതുപോലെ ഇത്രയും പണവും ശരിയായ താക്കോലിട്ട് തുറന്ന് കള്ളന്മാർ കൊണ്ടുപോയിരിക്കുന്നത്. ഈ കള്ളന്മാർ കൊണ്ടുപോയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഈ ബാങ്കിൻ്റെ പുറവശത്ത് കുറച്ച് കാട് പിടിച്ച് ചെറിയ കുറ്റി കാടുകളൊക്കെ പിടിച്ച ഒരു സ്ഥലം ആയിട്ട് ഒഴിഞ്ഞു കിടക്കുകയാണ്. അവിടെ വലിയ ഏതുകൊണ്ടൊരു വിഗ്രഹം വെച്ച് വലിയ പൂജയൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒരു അർത്ഥമുള്ള ഒരു കാര്യമുണ്ട് കേട്ടോ. കാര്യം ഈ പൂജ ഇങ്ങനെ നടത്തുന്ന, അതായത് തിരുട്ട് ഗ്രാമത്തിൽ നിന്നൊക്കെ വരുന്നവരുണ്ടല്ലോ, വലിയ മോഷണത്തിന് വരുമ്പോൾ അവരെ വളരെ, നമ്മളെ യുദ്ധം നയിക്കാനൊക്കെ ആളുകളെ പണ്ട് പറഞ്ഞയക്കുമല്ലോ, സിന്ദൂരക്കുറിയൊക്കെ ചാർത്തി അവർക്ക് വേണ്ടി അവർ ഭജനമൊക്കെ ഇരുന്നു, എല്ലാം റെഡിയായി, അവർക്ക് വേണ്ടി വലിയ പ്രാർത്ഥനയൊക്കെ നടത്തി ഒക്കെ ആളുകളെ വിടത്തില്ലേ, തിലക്കുറിയൊക്കെ ചാർത്തി. അതായത് വിജയശ്രീ ലാളിതനായിട്ട് വാ എന്ന് പറയുന്ന പോലെയാണ് ഈ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് കള്ളന്മാരെ പറഞ്ഞയക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞതുപോലെ അവന്മാർ വന്നാണ് വല്ലവരെയൊക്കെ വെട്ടിക്കൊന്നും അടിക്കൊന്നും വീടും പൊളിച്ചും ഒക്കെ മുഴുവൻ എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ. ഇതിനു വേണ്ടിയാണ് അവന്മാരെ പറഞ്ഞയക്കുന്നത്. അവർക്ക് ഒരു വീരപരിവേഷം കൊടുത്താൽ വിടുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ അന്ധവിശ്വാസവും കുറേ കടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പുറകിലൊരു വിഗ്രഹം കൊണ്ടുവച്ചു, അതിനകത്ത് ഒരുപാട് കുങ്കുമം വാരി എറിഞ്ഞിട്ടുണ്ട്, അതിന് പൂമാല ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. ആ രീതിയിൽ കൊണ്ടുവച്ചിട്ടാണ് ഏതാണ്ടൊക്കെ നടത്തിയിട്ടുണ്ടോ അവിടെ. എന്നിട്ടാണ് കള്ളന്മാർ കയറി ഇത് കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഈ ലോക്കർ തുറന്നേക്കുന്നത് ശരിയായ താക്കോലിട്ടാണെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാകാതെ കണ്ടത്, ബാങ്കിൽ ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ താക്കോൽ, ഒന്നുകിൽ ഈ താക്കോൽ എടുത്തിട്ട് വല്ല സോപ്പിനകത്ത് കാണാൻ പതിച്ച് ഈ താക്കോലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉണ്ടാക്കിയിട്ട് വേണം അത് തുറക്കാൻ. എന്നാലും അത് വളരെ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ അത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അത്ര എളുപ്പമല്ല
ഇത്. അപ്പോൾ അത് ഒന്നുകിൽ ഒറിജിനൽ താക്കോൽ അല്ലെ ശരിയായ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ, ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ പോയി എന്നുള്ളതിനെക്കുറിച്ച് ശരിയായ അന്വേഷണം വേണം. കാരണം ഇത് പൊതുജനങ്ങളുടെ പണമാണ്, പൊതുജനങ്ങളുടെ മുതലാണ് ഈ മോഷണം പോയേക്കുന്നതൊക്കെ. ഇത് ഒന്നും രണ്ട്, ഇതിപ്പോൾ ഞാൻ 2 ഇൻസ്റ്റൻസേ പറഞ്ഞുള്ളൂ, വേറെ ഒരുപാട് കാണുന്നുണ്ട്. അതാണ്ട് എത്രയോ പ്രാവശ്യം നമ്മൾ പറയുന്നതാണ്, ഒരിക്കലും അതായത് ഡിജിറ്റൽ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ല എന്ന്. ഇങ്ങനൊരു സംഭവം ഇല്ല. ദൂരെ ഇരുന്നുകൊണ്ട് ഒരു തന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ഇവിടെ ഒരു വീട്ടമ്മയുണ്ടല്ലോ, ഒരു പ്രായം ചെന്ന സ്ത്രീയെ, സീനിയർ സിറ്റിസൺ ആണ് അവർ എന്ന് തോന്നുന്നു, അവരെ തൃശ്ശൂരിനടുത്താണ്, അവരെ ഇതുപോലെ വിളിച്ച് വരുത്തി ഫോണിൽ വിളിച്ചിട്ട് അവർ 1.5 ദിവസം അവർ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വയ്യാതെ, വെളിയിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അറസ്റ്റിലാണ് എന്ന് പറഞ്ഞിരുന്നേ. അവർക്ക് അവസാനം വയ്യ, ഞാൻ എന്നാൽ കുറച്ച് കിടന്നോളൂ, എന്നിട്ട് ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയ കേസെടുക്കുക. കാരണം അവരുടെ പേരിലുള്ള ആരാണ്ട് ഒരു സിം കാർഡ് എടുത്തിട്ട് അതിനകത്ത് വലിയ കുഴപ്പം നടത്തിയെന്നും പറഞ്ഞാണ് ഏതോ ഒരു വായി നോക്കി വിളിച്ച് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇവർ പാവപ്പെട്ട ഒരു സ്ത്രീ, അവർക്ക് ബാങ്കിൽ ഏതാണ്ട് ഒരു 2 ലക്ഷത്തിൽ കൂടുതൽ രൂപയുണ്ട്. അവസാനം പറഞ്ഞു 2 ലക്ഷം രൂപ ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ കൊടുക്കുന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ അത് ഫോൺ വഴി ചെയ്യാൻ ഇവർക്ക് അറിഞ്ഞുകൂടാ, സത്യത്തെ അവർക്ക് അറിഞ്ഞുകൂടാ. അറിയാമായിരുന്നെങ്കിൽ കാശ് പോയേനെ. അവസാനം ശരി എന്നാൽ ബാങ്കിൽ പോയിട്ട് ബാങ്കിൽ നിന്ന് അത് ട്രാൻസ്ഫർ ചെയ്യിപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി ബാങ്കിൽ ഇവർ 2 ലക്ഷം രൂപ ചെക്ക് എഴുതി കൊടുത്ത് ഇന്ന അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നൊക്കെ എഴുതി കൊടുത്തിട്ട് പോയി. പക്ഷേ ഇവർക്ക് 2 ലക്ഷം രൂപ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലിമിറ്റ് ബാങ്ക് അനുവദിച്ചിരുന്നെങ്കിൽ ആ പണം പോയേനെ. അപ്പോൾ അതും നടന്നില്ല. ഏതായാലും ആ പണം കിട്ടാതെ പോയി അവർക്ക്. അവർ പറഞ്ഞു ഇത് ബാങ്കുകാരിങ്ങനെ, ഞാൻ ബാങ്കിൽ പോയി കൊടുത്തു, പക്ഷേ ബാങ്കുകാരിങ്ങനെ പെർമിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവസാനം ഈ വിളിച്ചവൻ പറഞ്ഞു കൊടുത്തത് എന്ത് അറിയോ, ഞാൻ കുറേ അക്കൗണ്ട് നമ്പറുകൾ തരാം, അതിലൊക്കെ നിങ്ങളുടെ GPay ഉണ്ടല്ലോ, ഗൂഗിൾ പേയിൽ നിന്ന് കുറേശ്ശായിട്ട് അങ്ങ് അയക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ കുറേ നമ്പറുകൾ കൊടുത്തത് ആദ്യം ഒരു 5-8 നമ്പറിലേക്ക് 5-8 നമ്പറിലേക്ക് ഇവർ പൈസ അയച്ചു. 3-4 നമ്പറിലേക്ക് അവർ പൈസ അയച്ചപ്പോൾ ഇവർ ഒന്ന് ആലോചിച്ചു. അവർ 40,000 രൂപ അതിലൂടെ അയച്ചു കഴിഞ്ഞു. അയച്ചപ്പോൾ ഇവർക്ക് തോന്നി ഇങ്ങനെ ഇതുപോലെ കളിപ്പീരുമായിരിക്കും, ഇത് പല ആളുകളുടെ പേരിലും അയക്കാൻ പറയുന്നു. എന്തായാലും അവർ ധൈര്യപൂർവ്വം വീട് തുറന്ന് തൊട്ടടുത്തുള്ള ഒരാളുടെ അടുത്ത് ഇത് പോയി പറഞ്ഞപ്പോഴാണ് മനസ്സിലായ ചതിയിൽപ്പെട്ടു എന്ന്. ശരിയാണ്, പുതിയ മേച്ചിൽപ്പുറങ്ങളാണ് ഇവർ നോക്കിയെടുക്കുന്നത്. ഇത് ഈ ഫോൺ നമ്മളെടുത്താൽ ഇന്ന് ഫോൺ ചെയ്യാൻ തന്നെ നമുക്ക് ഒക്കത്തില്ല. ഒരാളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിയാൻ വയ്യാത്ത നമ്പറിൽ നിന്ന് നിങ്ങളെ അത് വിളിച്ചെന്നോ ഇങ്ങനെ വിളിച്ചെന്നോ ഡിജിറ്റൽ ഇതെല്ലാം കള്ളമാണെന്നും പറഞ്ഞുള്ള പാരീസും ഗവൺമെൻറ് തന്നെ കൊടുക്കുകയാണ്. ഇതൊക്കെ കേട്ടാൽ പോലും മനസ്സിലാവണ്ടേ ഇതിനൊക്കെ. നമുക്ക് എന്തായാലും അത് പത്രം വായിക്കുകയല്ല, ഈ മാധ്യമങ്ങളൊന്നും പലപ്പോഴും കേൾക്കുകയില്ല, കാണത്തില്ല. ഇതൊക്കെ അങ്ങനെ വരുന്ന ഉടനെ ഇവർക്ക് ലോകത്ത് നടക്കുന്ന ഈ കൊള്ളയൊന്നും ഒരിക്കലും അറിയത്തില്ല. എന്നെ വിളിച്ചിരുന്നാൾ ഒരുത്തൻ വിളിച്ചു, പറഞ്ഞു ഇങ്ങനെ എനിക്ക് എൻ്റെ ഏതോ ഒരു സിം കാർഡ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരാണ്ട്. ഉടനെ എനിക്കിതൊന്നും ഞാൻ ആദ്യം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഡു യു നോ ടു ഹൂം യു ആർ സ്പീക്കിംഗ് എന്ന് ചോദിച്ചു. എൻ്റെ ശബ്ദം കേട്ട് ഒരു അതോറിറ്റിയോടുകൂടി ഞാനിങ്ങനെ സംസാരിക്കുന്നതാണെന്ന് തോന്നിയപ്പോൾ അപ്പം കട്ട് ചെയ്ത് ആ നമ്പർ ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കി ഏതാണെന്നറിയാൻ. പിന്നെ കിട്ടത്തില്ല അത് വിളിച്ചാൽ. അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ അത് ഈ ഒരൊറ്റ ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാനിതിന് ഒന്നിനും പോയില്ല. പക്ഷേ നമ്മൾ ജാഗരൂകരായിരിക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടാതെ. പിന്നെ നമ്മുടെ പണം നമ്മൾ ബാങ്കിൽ കൊണ്ട് വെക്കുന്ന സാധനം ലോക്കറിനകത്ത് വെക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. എപ്പോഴും ലോക്കറിൽ പണം സൂക്ഷിക്കാനുള്ളതല്ല ലോക്കർ. നിങ്ങളുടെ മുതലുകളൊക്കെ സൂക്ഷിക്കാം, വല്ല എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സൂക്ഷിക്കാം. പണം വെക്കാൻ പാടില്ല ലോക്കറിൽ. കാരണം അത് നിങ്ങൾക്ക് ഒരിക്കലും അതിന് തെളിവ് കൊടുക്കാൻ പറ്റത്തില്ല. വലിയ ബുദ്ധിമുട്ടാണ്. നഷ്ടപ്പെട്ടതാണ്. ഏതായാലും ഈ ബാങ്കിൽ ഇതിൻ്റെയൊക്കെ പുറകിൽ നടക്കുന്ന വലിയ മാഫിയകളുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ ശരിയായ അന്വേഷണം വേണം.